ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇടയ്ക്കൊക്കെ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കട്ട പിടിക്കാതെ നാടൻ രീതിയിൽ മുരിങ്ങയില തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു മുരിങ്ങ വരെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കെല്ലാം ഒരു മാസത്തിൽ 2-3 തവണയെങ്കിലും മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള കറികളോ തോരനോ എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങയില ഉപയോഗിച്ച് നല്ലൊരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പലരും മുരിങ്ങയില തോരൻ തയ്യാറാക്കുമ്പോൾ കട്ട പിടിക്കുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കട്ടയില്ലാതെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. ഈ മുരിങ്ങയില ഉതിർത്തെടുത്ത ശേഷം അതിൽ വളരെ 2-3 പ്രാവശ്യം നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ വെള്ളം വാരാനായിട്ട് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു തേങ്ങാക്കൂട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ ചിരവിയ തേങ്ങയിലേക്ക് നേരിട്ട് നമുക്ക് ചതച്ച വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നമ്മൾ പിന്നെ മിക്സിയിലിട്ട് ഗ്രൈൻഡൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണം വളരെ നല്ലതാണ്. ഇനി എരിവിനായിട്ട് 2-3 പച്ചമുളകും അതുപോലെ ചെറിയൊരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴാണ് ആ തേങ്ങയുടെ കൂട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മുരിങ്ങയില വെന്ത് കഴിഞ്ഞാൽ അതങ്ങ് ചുരുങ്ങി കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം നമ്മൾ മുരിങ്ങയില അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആക്കിയിട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് മുരിങ്ങയില കട്ട പിടിക്കാതെ നമുക്ക് തോരനാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ ഏകദേശം ഒരു 4 കൈപ്പിടി മുരിങ്ങയിലയാണ് ഇന്ന് തോരൻ വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത് മൂടി വെച്ച് വേവിക്കാനും പാടില്ല. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ തോരൻ തയ്യാറാക്കാൻ. അപ്പോഴാണ് കട്ട പിടിക്കാത്ത തോരൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തോരൻ തയ്യാറാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. മാത്രമല്ല ഈ മുരിങ്ങയിലേക്ക് ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ളതായിട്ടാണ് കേൾക്കുന്നത്. ധാരാളം ഇരുമ്പിൻ്റെ അംശം, പ്രോട്ടീനും കാൽഷ്യവും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ മുരിങ്ങയില ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനും അതുപോലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഹൃദ്രോഗത്തിൻ്റെ സാധ്യതയെല്ലാം കുറയ്ക്കാൻ ഈ ഇലക്കറി വളരെയധികം സഹായിക്കുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ധാരാളമായിട്ട് നമ്മുടെ പ്രദേശത്ത് ലഭ്യമാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കറിയാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടെ, അതായത് കോഴിമുട്ട ചിക്കിയിട്ടുള്ള ആ സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ തയ്യാറാക്കിയാൽ കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അതിൻ്റെ പോഷകമൂല്യം ഒട്ടും കുറയുക പോലും ഇല്ല. അപ്പോൾ ഈ പല രീതിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലെല്ലാം നിങ്ങൾ തോരനോ കറിയോ എല്ലാം വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്കിവിടെ മുരിങ്ങമരം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ തോരനും പരിപ്പിലൊക്കെ കറി ഇട്ട് മിക്സ് ചെയ്ത് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണല്ലോ എന്നെ വീണ്ടും വീഡിയോസ് ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഗുണകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു ട്രിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ തേങ്ങ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാതെ നേരിട്ട് അതിലേക്കിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കട്ട പിടിക്കാത്ത മുരിങ്ങയില തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇത് ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. Thank you for watching.